ഒരു വശത്ത് കനത്ത മഴയും ദുരിതങ്ങളും, മറുവശത്ത് സിൽവിക്ക് പറഞ്ഞു വച്ചിരുന്ന ജോലി തട്ടിയെടുക്കാനുള്ള രഹസ്യ നീക്കങ്ങളും. ഇനി അവർ എന്തു ചെയ്യും? നമസ്കാരം കൂട്ടുകാരെ. നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 55-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അയൽക്കാരുടെ സ്നേഹവും കരുതലും ആശ്വാസമാകുമ്പോൾ ചില അനിശ്ചിതത്വങ്ങൾ എല്ലാവരെയും ആശങ്കയിലാക്കുന്നു. നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് അന്നേരം അപ്പച്ചൻ ചേട്ടനും കുടുംബവും പോയത്. ഒരിക്കൽ കൂടി വരാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഉദ്ദേശിച്ചതിലും നേരത്തെ ആ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും അവർ ഫ്രീ ആയി. പുതിയ ഒരു സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ എന്ന് വിചാരിച്ചാണ് സന്ധ്യയ്ക്ക് തന്നെ ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെയും കൂട്ടി ഇങ്ങു പോകുന്നത്. തീർത്തും പുതിയൊരു സ്ഥലത്താകുമ്പോൾ ഒരു ഏകാന്തത അനുഭവിക്കേണ്ടി വരും. അതവർക്ക് വലിയ സന്തോഷമായി. തങ്ങളുടെ കാര്യം സ്വന്തം കാര്യം പോലെ കണക്കാക്കുന്നവർ ഉണ്ടല്ലോ. അത് തന്നെ ഒരു സമാധാനമുള്ള കാര്യമല്ലേ? ആരുമില്ലാതെ ആകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ എന്ന് മാത്രം. പകല് വന്നവരുടെ എണ്ണവും ആരെങ്കിലും വരാത്തവർ ഉണ്ടോ എന്ന കാര്യവും ഒക്കെ വിലയിരുത്തി. കുറേ സമയം രാത്രി വർത്തമാനം പറഞ്ഞിരുന്നു. വിളിച്ചവർ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ആരും വരാത്തതായി ജിമ്മിയുടെ ഓർമ്മയിൽ ഇല്ല. അതിനുശേഷം ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന കൂടി ചൊല്ലിയതിന് ശേഷമാണ് അപ്പച്ചൻ ചേട്ടനും കുടുംബവും തിരിച്ചുപോയത്. അന്ന് ആദ്യമായി ജിമ്മി പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പച്ചൻ ചേട്ടനും ചേട്ടത്തിക്കും സ്തുതി ചൊല്ലി. പുതിയ സ്ഥലത്ത് പോയി താമസം തുടങ്ങിയെങ്കിലും നേരത്തെ മുതൽ ഉണ്ടായിരുന്ന പരിചയക്കാർ ഒക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ പോലും ഒരു ഏകാന്തമായ സ്ഥലത്ത് പെട്ടതുപോലും ഒരു അവസ്ഥ ഇല്ല. അതുകൊണ്ട് സന്തോഷമായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ വളരെ വേഗം പോയിക്കൊണ്ടിരുന്നു. ജിമ്മിയുടെ ലീവ് തീർന്നു. ഇന്നു മുതൽ ജോലിക്ക് പോകണം. ഇനിയാണ് അന്നമ്മ ചേട്ടത്തിക്ക് ബുദ്ധിമുട്ട്. ഇത്രയും കാലം പകൽ സമയം അടുത്ത ക്വാർട്ടറിലെ താമസക്കാരുമായി സംസാരിക്കാമായിരുന്നു. ഒരു വാതിലിൻ്റെ അകലമല്ലേ ഉള്ളൂ. ജിമ്മി ജോലിക്ക് പോകുന്നതോടുകൂടി ഇനി അന്നമ്മ ചേടത്തി തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും. ചേടത്തിക്ക് ഇത് പുതിയ കാര്യമല്ല. ആയ കാലത്ത് കെട്ടിയവൻ പോയപ്പോൾ മുതൽ മിക്കപ്പോഴും തനിച്ചായിരുന്നല്ലോ. അടുത്ത വീടെന്ന് പറയുന്നത് ഏതാണ്ട് 200 മീറ്ററെങ്കിലും അകലെയാണ്. അവിടെയുള്ളവരെ അന്ന് പാലുകാച്ചലിന് വന്നപ്പോൾ മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. പിന്നീട് പരിചയപ്പെടാനും കഴിഞ്ഞില്ല. എങ്ങനെയുള്ളവരാണ് എന്നറിയില്ല. പിറ്റേ ദിവസം രാവിലെ അയൽക്കാർ വന്നതായി ജിമ്മി പറഞ്ഞു. അവർ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അവരുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. ജിമ്മി അവിടെ താമസം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ പുതിയതായി താമസം വന്നവർക്ക് പാല് വേണോ എന്നറിയാൻ വേണ്ടി ആ വീട്ടിലെ കൊച്ച് വന്നിരുന്നു. അവനെ അങ്ങനെ പരിചയമുണ്ട്. പാല് വേണം. ദിവസവും 1/2 കുപ്പി മതി. രാവിലെ തന്നെ കൊണ്ടുവരുമല്ലോ അല്ലേ? അതോ ഞാൻ മേടിക്കാൻ വരണമോ? ജിമ്മി ഉടനെ മറുപടിയും കൊടുത്തു. വന്ന കൊച്ചൻ ഉടനെ പറഞ്ഞു, വേണ്ട സാർ, വരണ്ട, ഞാൻ കൊണ്ടുവന്ന് തന്നുകൊള്ളാം. ജിമ്മി ചേട്ടൻ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് 8ാം ക്ലാസ്സിലാണെന്നാണ് ഉത്തരം പറഞ്ഞത്. അവൻ്റെ പേര് ജോമി എന്നാണ്. മിടുക്കനായ കുട്ടി. അവൻ്റെ ചാച്ചനും അമ്മയും ഒരുമിച്ച് തന്നെ രാവിലെ പണിക്ക് പോകും. മിക്കവാറും രണ്ടുപേരും ഒരുമിച്ച് തന്നെ 5:30 വരും. ഇത്രയും കാലം അവരുടെ വിഷമം
അവർ വരുന്നത്രയും സമയം കുട്ടികൾ തനിച്ചാണല്ലോ എന്നതായിരുന്നു. ഇപ്പോൾ ആ വിഷമം തീർന്നു കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം അവർ രണ്ടുപേരും വീട്ടിൽ വന്നു. വൈകിട്ട് പണി കഴിഞ്ഞ് 6 മണിക്കാണ് വന്നത്. അവിടുത്തെ കുടുംബനാഥൻ്റെ പേര് ബേബി എന്നാണ്. കുടുംബനാഥയുടെ പേര് സിസിലിയും. മൂത്ത മകൾ ജാൻസിയാണ്. അവൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുല്ലരിയിൽ വീണ്ടും കനത്ത ഒരു മഴക്കാലം ആരംഭിച്ചു. തുമ്പിക്കൈ വണ്ണത്തിലാണ് മഴ പെയ്യുന്നത്. ജിമ്മി വന്ന വർഷമുണ്ടായതുപോലെ തന്നെ നായ്ക്കയം ഭാഗത്തെല്ലാം വ്യാപകമായി ഉരുൾപൊട്ടലുണ്ടായി. ധാരാളം ആളുകൾ ഭവനരഹിതരായി. അവർക്കൊക്കെ വേണ്ടി താൽക്കാലിക ഷെൽട്ടറുകൾ കണ്ടെത്തേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസിൽ നിന്നായതുകൊണ്ട് ജിമ്മിക്ക് നിലത്തിരിക്കാൻ നേരമില്ലായിരുന്നു. ജിമ്മിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിൽ വരിക വലിയ വിഷമമായിരുന്നു. അടുത്ത വീട്ടിലെ ബേബിച്ചേട്ടനോട് പ്രത്യേകം ഇങ്ങോട്ടും കൂടി ഒരു നോട്ടം വേണമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ദിവസവും അവൻ ജോലിക്ക് പോകാറ്. ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ സമാധാനവും. ഏതെങ്കിലും കാരണവശാൽ വൈകിയാൽ പോലും അവർ രണ്ടുപേരും വന്ന് അന്നമ്മച്ചിക്ക് കൂട്ടിരിക്കും. ജിമ്മി ചെല്ലുന്നതിൻ്റെ വെട്ടം കാണുമ്പോൾ അവർ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ദൈവാനുഗ്രഹം തന്നെ ഇങ്ങനെയുള്ള അയൽക്കാരെ കിട്ടിയത്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ സിൽവിക്ക് സ്ഥിരം നിയമനം നൽകാമെന്നായിരുന്നു അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതിന് കൊടുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നും അപ്പച്ചൻ ചേട്ടൻ പറഞ്ഞിരുന്നു. അങ്ങനെ മതിയെന്നും അച്ഛൻ സമ്മതിച്ചിരുന്നതാണ്. ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സ്കൂൾ തുറക്കുന്നതിന് കുറേ ദിവസം മുമ്പ് തന്നെ അപ്പച്ചൻ ചേട്ടൻ പോയി അച്ഛനെ കണ്ടു. പക്ഷേ അച്ഛന് ഇപ്പോൾ പഴയ താല്പര്യമൊന്നും കാണുന്നില്ല. ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, സിൽവിക്ക് പ്രായം അത്രയും കുറവല്ലേ ഉള്ളൂ, അടുത്ത ചാൻസിൽ നിയമനം തന്നാലും പോരേ എന്ന്. 1 കൊല്ലത്തിനുള്ളിൽ ഒരു ഒഴിവ് കൂടി വരും. അപ്പോഴേക്കും സിൽവിയുടെ കാര്യം പരിഗണിച്ചാൽ മതിയെന്നാണ് രൂപതയിൽ നിന്നും പറഞ്ഞത്. അതല്ലേ ചേട്ടാ എനിക്ക് അനുസരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പച്ചൻ ചേട്ടന് ഉപായത്തിലൊന്നും ദേഷ്യം വരാറില്ലാത്തതാണ്. എന്നാലും ഇതൊരുമാതിരി അപമാനിക്കുന്നത് പോലെ ആയിപ്പോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അവൾക്ക് ക്ലെയിമാക്കാനുള്ള അവസരം കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇതങ്ങനെ മിണ്ടാതെ വിട്ടാൽ പറ്റില്ല. അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു അഴകുഴമ്പൻ സമീപനം? ഞാൻ തരുന്ന പണം കുറവാണെന്ന് തോന്നിപ്പോയോ? അതോ അച്ഛന്മാരുടെ ആരുടെയും ബന്ധുക്കളെ തിരികെ കയറ്റാനുണ്ടോ? അങ്ങനെയുള്ളപ്പോഴാണല്ലോ രൂപതയ്ക്ക് വിശ്വാസികളോട് അവഗണന വരുന്നത്. ഇത് ആദ്യ സംഭവമൊന്നും അല്ലല്ലോ. ഇതിലിപ്പോൾ എനിക്ക് രൂപതയിൽ നിന്ന് പറയുന്നതിനെതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ചേട്ടന് അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ രൂപതയിൽ പോയി കോർപ്പറേറ്റ് മാനേജരെ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നും വിഷമം തോന്നാത്ത അപ്പച്ചൻ ചേട്ടന് വല്ലാത്ത വിഷമമായി പോയി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും പിടികിട്ടിയില്ല. ദേഷ്യം വന്നാൽ പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും കിട്ടില്ല. പെട്ടെന്ന് തോന്നിയത് പോകുന്ന വഴിക്ക് ജിമ്മിയെ കണ്ട് അവനോട് അഭിപ്രായം ചോദിക്കാം എന്നാണ്. ഇച്ചിരി നേരം ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അച്ഛൻ പിന്നെയും പറഞ്ഞു, അപ്പച്ചൻ ചേട്ടൻ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കോർപ്പറേറ്റ് മാനേജരെ കാണാൻ പോകുന്ന കാര്യം കേട്ടു. പക്ഷേ എന്നെ അവിടെ വരെ നടത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് ഇപ്പോഴും എനിക്കങ്ങോട്ട് മനസ്സിലാകാത്തത്. അച്ഛൻ അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. മറുപടി പറഞ്ഞത് കേട്ടോ ആവൂ. അപ്പച്ചൻ ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോലും കലിപ്പ് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു.
സാധാരണയിലും കൂടിയ വേഗതയിലാണ് ജീപ്പ് ഓടിച്ച് വില്ലേജ് ഓഫീസിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി നിർത്തിയത്. ഇറങ്ങി വരുന്നയാളെ കണ്ടപ്പോഴേ ജിമ്മി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ചായ കുടിക്കാൻ പോകുന്ന സമയവുമാണത്. ജിമ്മിയെ വിളിച്ച് മാറ്റി നിർത്തി കാര്യം വിശദമായി പറഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ അല്പസമയം ചിന്തിച്ചതിന് ശേഷം ജിമ്മി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പിണങ്ങി നിന്നിട്ട് കാര്യമില്ല. കോർപ്പറേറ്റ് മാനേജറെ പോയി കാണണമെങ്കിൽ കാണണം. ആരോ പിന്നിൽ കളിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതാരാണെന്ന് കൂടി രഹസ്യമായി ഒന്ന് അന്വേഷിക്കണം. അവനും പറ്റിയെങ്കിൽ ഒരു പണി കൊടുക്കണം. എല്ലായ്പ്പോഴും മിണ്ടാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നമുക്ക് ഈ കാര്യം വിശദമായി ഒന്ന് ആലോചിക്കണം. ജിമ്മി വൈകുന്നേരം വീട്ടിലേക്ക് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. 5 മണിക്ക് തന്നെ ഇറങ്ങാൻ കഴിയുകയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കടയടച്ചിട്ട് അപ്പച്ചൻ ചേട്ടൻ വീട്ടിലേക്ക് വന്നാൽ മതി. കണ്ടമാനം വൈകിയാൽ അമ്മച്ചി തന്നെയല്ലേ. അപ്പച്ചൻ ചേട്ടൻ അവിടെ നിന്നും പോയ വഴിക്ക് പള്ളിയിലെ കൈക്കാരനായ ജോസി ഏട്ടനെ കണ്ടു. അയാളോട് തന്ത്രത്തിൽ കാര്യം ചോദിച്ചു. അപ്പോഴാണ് സംഗതിയുടെ കിടപ്പുവശം ശരിക്ക് അപ്പച്ചൻ ചേട്ടന് മനസ്സിലായത്. നമ്മുടെ സ്വർണ്ണക്കടക്കാരൻ മാമച്ചൻ്റെ ഒരു പെങ്ങളുടെ മകൾ TTC കഴിഞ്ഞതുണ്ട്. അവൾക്ക് വേണ്ടി സ്കൂളിൽ ഒരു പോസ്റ്റ് കൊടുക്കണമെന്ന് രൂപതയിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് കാര്യം. സ്വർണ്ണക്കടക്കാരനെ പ്രീതിപ്പെടുത്തിയാൽ കൂടുതൽ പണം കിട്ടുമെന്ന് രൂപതക്കാരും വിചാരിക്കുന്നുണ്ടാകും. നമ്മൾ വെറും മലഞ്ചരക്കുകാരനല്ലേ. കൊടുത്താൽ തന്നെ എന്തുമാത്രം കൊടുക്കാൻ കഴിയും? അതിന് അപ്പച്ചൻ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കോർപ്പറേറ്റ് മാനേജരെ കണ്ട് നിർബന്ധമായി കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ അടുത്ത ആഴ്ച പൊതുയോഗം വിളിക്കുമ്പോൾ അതിൽ ഈ കാര്യമങ്ങ് അവതരിപ്പിക്കണം. മാമച്ചൻ ഈ ഇടവകക്കാരനാണ്, പക്ഷേ പെങ്ങളുടെ മകൾ ഇടവകക്കാരി അല്ലല്ലോ. അപ്പോൾ ആദ്യം ജോലി കൊടുക്കേണ്ടത് ഇടവകക്കാരിക്ക് തന്നെയാണ്. ഇടവകക്കാർ കഷ്ടപ്പെട്ടല്ലേ സ്കൂൾ ഉണ്ടാക്കിയത്. പക്ഷേ നമ്മൾ തർക്കത്തിന് പോകുമ്പോൾ 1-2 ലക്ഷം കൂടുതൽ കൊടുക്കേണ്ടി വന്നേക്കും കേട്ടോ. അത് കിട്ടാനുള്ള പണിയും കൂടി ആയിരിക്കും ഇത്. ഇത്രയും പറഞ്ഞ് കൈക്കാരൻ അങ്ങോട്ട് പോയി. ഇവിടെ ഇപ്പോൾ പണമല്ല പ്രശ്നം. 2-4 ലക്ഷം കൂടി കൊടുക്കേണ്ടി വന്നാലും കൊടുക്കാൻ കഴിയും. തൻ്റെ കയ്യിൽ തികയുന്നില്ലെങ്കിൽ ഉണ്ടാക്കാനും വഴികൾ ഇഷ്ടംപോലെയുണ്ട്. അളിയന്മാർ എന്തേലും വേണമെങ്കിലും തരാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുത്തൻ്റെ മുമ്പിലും കൂഞ്ഞേണ്ട കാര്യമില്ല. അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പോലും അപ്പച്ചൻ ചേട്ടൻ്റെ മുഖത്ത് പതിവിലും കൂടുതലായിരുന്നു ഗൗരവം. സാറാമ്മച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാലും ആ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു ചാടിക്കാൻ അനുകൂലമായ ഒരു സമയം തനിക്കുണ്ടെന്നറിയാവുന്നതുകൊണ്ട് അന്നേരം ഒന്നും ചോദിക്കാൻ പോയില്ല. ആരായിരിക്കും സിൽവിക്ക് കിട്ടേണ്ട ജോലി കിട്ടാതിരിക്കാൻ പണിയെടുത്തത്? സോജനെങ്ങാനും ആയിരിക്കുമോ? അതോ വേറെ ആരെങ്കിലും ആയിരിക്കുമോ? നോവലിൻ്റെ 55-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സിൽവിയുടെ ജോലി സംബന്ധമായ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അപ്പച്ചൻ ചേട്ടനും ജിമ്മിയും ഇനി എന്ത് നടപടിയെടുക്കും? കോർപ്പറേറ്റ് മാനേജരെ കണ്ടാൽ കാര്യങ്ങൾ മാറുമോ? അതോ ഇതിനു പിന്നിൽ കൂടുതൽ വലിയ കളികൾ പുറത്തു വരാനുണ്ടോ? അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റന്നാൾ ഇതേ സമയം 56-ാം ഭാഗവുമായി നമുക്ക് കാണാം കേട്ടോ.